നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മിഥുനമാസം 6 ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 30 അതായത് വെള്ളിയാഴ്ചയും രേവതി നക്ഷത്രവും നവമി തിഥിയും അതായത് കൃഷ്ണപക്ഷ നവമി തിഥിയും വരുന്ന ദിവസം ശോഭന നിത്യയോഗത്തിൽ ആനക്കരണത്തിൽ ഉത്തരായനകാലം ഗ്രീഷ്മ ഋതുവിൽ 20/6/2025 സൂര്യോദയം 6:09 AM സൂര്യ അസ്തമനം 6:44 PM രാഹുകാലം 10:52 AM മുതൽ 12:26 PM വരെയും ഗുളികകാലം 7:43 AM മുതൽ 9:17 AM വരെയും യമകണ്ഠകാലം 3:35 PM മുതൽ 5:09 PM വരെയുമാണ്. ഇനി അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:02 PM മുതൽ 12:24 PM വരെയും 12:28 PM മുതൽ 12:50 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം ചിങ്ങം രാശിക്കാർക്ക്. ഇനി നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യനും ഉദയവും ബുധനും വ്യാഴവും മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. ചന്ദ്രനും ശനിയും മീനൻ രാശിയിലും മേടത്തിൽ ശുക്രനും ചൊവ്വയും കേതുവും ചിങ്ങൻ രാശിയിലും സർപ്പി കുംഭം രാശിയിലും ഗുളികോദയമാവട്ടെ കർക്കിടകൻ രാശിയിലുമാണ്. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകും. എല്ലാ രാശിക്കാരും മഹാലക്ഷ്മി അഷ്ടകം പാരായണം ചെയ്യുന്നത്, ലളിത സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, അതുപോലെ തന്നെ ലളിത അഷ്ടോത്തരം പാരായണം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. വെളുപ്പോ ചുവപ്പോ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് സർവ്വവിധ മംഗളങ്ങളും നൽകും. ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കിടക്കാം. മേടം രാശി. ശത്രുക്കളിൽ നിന്നും ഭയം വരുവാനുള്ള സാധ്യത കാണുന്നു. സന്താനങ്ങളിൽ നിന്നും സന്തോഷം അനുഭവിക്കാം. രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന സമയമാണ്. ഊർജ്ജസ്വലത പ്രവർത്തനത്തിൽ വന്നു ചേരും. കഠിന അധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കും. ഊഹക്കച്ചവടത്തിലുള്ള താല്പര്യം ലാഭത്തിൽ ചെന്ന് കലാശിക്കുന്നതാണ്. പ്രണയത്തിന് സാധ്യത കാണുന്നു. ഉത്കർഷയുള്ള പങ്കാളിയെ ലഭിക്കുവാനും ഭാഗ്യം കാണുന്നു. സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളിൽ ഗുണപരമായ സ്വാധീനം പ്രകടമാകും. ജനസമ്മതിക്കുള്ള ആഗ്രഹം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിനെ പ്രേരിപ്പിക്കുന്നു. കർമ്മങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നു. അസ്ഥിരമായ ജീവിതം കാരണം കുടുംബത്തിൽ അല്പം അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരും. ഭാഗ്യവും ഒരു സ്ഥിരമല്ലാത്ത അവസ്ഥയായതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ മാറി മറിഞ്ഞ് വരുന്നതായി കാണാം. പങ്കാളികളെ കൂട്ടിച്ചെയ്യുന്ന ബിസിനസ്സിൽ അല്പം വിജയസാധ്യത പ്രതീക്ഷിക്കാം. പൈതൃക സ്വത്ത് അല്ലെങ്കിൽ വിൽപ്പത്രം സംബന്ധിച്ച പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുവാനുള്ള ഇടയുണ്ട്. അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് യോഗം കാണുന്നു. പല രംഗത്തും വിജയം കൈവരിക്കാൻ പറ്റിയ കാലമാണ്. ആപൽഘട്ടങ്ങളെ മറികടക്കുവാനാവും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സാമ്പത്തിക പുരോഗതിയും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷവും ഉണ്ടാകും. ഭാഗ്യ പരീക്ഷണങ്ങൾ വിജയിക്കും. ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ കഴിയും. രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മി കൂടി പ്രാർത്ഥിക്കുമ്പോൾ, മഹാലക്ഷ്മി അഷ്ടകം പാരായണം ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. നീതി ബന്ധലിച്ച് ഐശ്വര്യം വരുത്തുന്നതിനായുള്ള പ്രാർത്ഥനകൾ സർവ മംഗളങ്ങളും നൽകും.
ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി മാറ്റത്തിന് ശ്രമിക്കാൻ പറ്റുന്ന സമയമാണ്. ജോലി സ്ഥിരത ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും മനസ്സമാധാനവും കൈവരും. ഭാവി കാര്യങ്ങളിൽ കുറച്ച് അടുക്കും ചിട്ടയും കൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു വ്യക്തത ലഭിക്കും. ആത്മവിശ്വാസം കൂടും. വീട്ടുകാരുടെ പ്രീതി കൈപ്പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. പുതിയ അറിവുകൾ നേടും. സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടും. കർമ്മപരമായ തടസ്സങ്ങൾ നീങ്ങും. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകുന്ന ദിവസമാണ്. ജീവിത പങ്കാളിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റുവാൻ നന്നേ പാടുപെടുന്നതായി കാണാം. ജീവിതത്തിലെ പുതിയ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ വെളുപ്പോ ചുവപ്പോ നിറത്തിലുള്ള വസ്ത്രം, പിങ്ക് നിറത്തിലൊക്കെയുള്ള വസ്ത്രം ധരിക്കുന്നതൊക്കെ കൂടുതൽ ഐശ്വര്യം നൽകുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരിൽ നിന്നും ഗുണം വർദ്ധിക്കും. വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കും. പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരും. കാര്യ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറും. ഇഷ്ടകാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യം വന്നു ചേരും. സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കും. വിനോദയാത്രകൾ നടത്തും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പല രംഗത്തും പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കും. കാര്യപ്രാപ്തി വർദ്ധിക്കും. അകന്നുപോയവർ അടുപ്പം കാണിക്കും. ഇഷ്ടവിഷയങ്ങൾ പഠിക്കുവാൻ കഴിയും. തൊഴിൽ മാറ്റം സാധ്യമാവും. വീട്ടുകാര്യങ്ങൾ തൃപ്തികരമാവും. പ്രശംസാർഹമായ കാര്യങ്ങൾ ചെയ്യും. പുതിയ കൂട്ടുകെട്ടുകൾ ഗുണഫലം നൽകും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിച്ചു തീർക്കുവാൻ രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമി, ശ്രീരാമസ്വാമി, അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും എല്ലാവിധ സദ്ഗുണങ്ങളും അനുഭവത്തിൽ വരുന്നതിന് സഹായിക്കും. വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ രാത്രി 8 മുതൽ 12 വരെയുള്ള സമയത്ത് അമ്മയ്ക്ക് പൂജയെല്ലാം ചെയ്യുമ്പോൾ, കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. വീട്ടുകാര്യങ്ങൾ തൃപ്തികരമായി ചെയ്തു തീർക്കും. പ്രശംസാർഹമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മാർഗം ആരായും. പുതിയ കൂട്ടുകെട്ടിലൂടെ പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യും. സ്ഥലങ്ങൾ വിൽക്കാനും വാങ്ങാനും പറ്റിയ സമയമാണ്. ജീവിത രീതിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തും. മാനസിക സമ്മർദ്ദങ്ങൾ കുറയും. വിനോദയാത്രകൾ ഗുണഫലം നൽകും. സ്ഥലങ്ങൾ വിൽക്കാനും വാങ്ങാനുമായിട്ടുള്ള ഏജൻസികളുമായി നിരന്തര ബന്ധം ആവശ്യമാണ്. സാമ്പത്തിക രംഗത്തുള്ള നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും. ആർഭാടങ്ങൾ നിയന്ത്രിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാവും. എല്ലാ രംഗത്തും വിജയിക്കുന്നതിനു വേണ്ടി രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വരാഹി അമ്മയെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുകയും നെയ്ദീപം തെളിച്ച് കുടുംബ പരദേവതയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളെ നിഷ്പ്രയാസം മറികടക്കുന്നതിനുള്ള തന്ത്രം ആലോചിക്കും. ജോലിയിൽ വഴിത്തിരിവുകൾ ഉണ്ടാവും. വിദേശത്തുള്ളവരിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കും. സുഹൃത്ത് ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തും. പ്രതീക്ഷകൾ ഒന്നൊന്നായി പൂവണിയും. ബിസിനസ്സുകാർക്ക് പുതിയ ഇടപാടുകാരെ കണ്ടെത്തുവാൻ സാധിക്കും. നിർത്തിവെച്ച നിർമ്മാണ കാര്യങ്ങൾ ഓരോന്നായി തുടരുവാൻ സാധിക്കും. വീട് പുതുക്കി പണിയുന്നതിനുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകൾ ഒഴിയുന്നതിന്
ആയുർവേദ മരുന്നുകൾ ആശ്രയിക്കേണ്ടതായി വരും. കാര്യ തടസ്സങ്ങൾ മാറിക്കിട്ടും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധീരമായ നിലപാടുകൾ സ്വീകരിക്കും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും അതുപോലെ തന്നെ കുടുംബ പരദേവതയ്ക്ക് നെയ്ദീപം തെളിക്കുന്നതും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതിന് സഹായകമാകും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സാമർഥ്യം വർദ്ധിക്കും. പുതിയ കൂട്ടുകെട്ടുകളിലൂടെ ഗുണം ഉണ്ടാവും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പ്രതീക്ഷിച്ച ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു വരും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ട അവസരങ്ങൾ കണ്ടെത്തും. വിദേശയാത്രകളിലേക്കുള്ള തടസ്സങ്ങൾ ഒന്നൊന്നായി മാറിക്കിട്ടും. എതിർപ്പുകളെ അനുകൂലമാക്കിയെടുക്കുവാൻ സാധിക്കും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ, അതായത് കുടുംബയോഗമോ അല്ലെങ്കിൽ ഐശ്വര്യപൂജയോ ഒക്കെ നടത്തി കുടുംബ അന്തരീക്ഷം കൂടുതൽ ഭക്തിപൂർണമാക്കും. പുതിയ വ്യവസായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കാര്യങ്ങളിൽ ഉറച്ചു നിന്നും മുന്നേറും. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. നല്ല പഠന സാഹചര്യങ്ങൾ ഏത് രംഗത്തും ഉണ്ടാവും. പഴയ സുഹൃത്തുക്കളുമായി സുഹൃത്ത് സംഗമം നടത്തും. തൊഴിൽ രംഗത്ത് സമാധാനം കൈവരും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് സർവ്വവിധ മംഗളങ്ങളും നൽകുന്നതിന് സഹായകമാകും. നെയ്ദീപം തെളിച്ച കുടുംബ പരദേവതയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല രംഗത്തും പുതിയ പുതിയ അറിവുകൾ നേടുന്നതിനുള്ള സാഹചര്യം വന്നു ഭവിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് മികവ് ഉണ്ടാകും. വലിയ ചില ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. മംഗളകർമ്മങ്ങൾ നടക്കും. തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ ചേരും. പ്രതീക്ഷിക്കാത്ത ആനുകൂല്യങ്ങളും അവസരങ്ങളും ലഭിക്കും. കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. കുടുംബ സ്വത്ത് ഭാഗം വച്ച് കിട്ടും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുന്നതിന് രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടകാര്യങ്ങൾ നേടുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. പല രംഗത്തും വിജയം കൈവരിക്കാൻ പറ്റിയ സമയമാണ്. ആപൽഘട്ടങ്ങളെ മറികടക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ നന്നേ പാടുപെടേണ്ടതായി വരും. സാമ്പത്തിക പുരോഗതി അല്പസ്വല്പം വർദ്ധിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ മനസ്താപം അനുഭവിക്കേണ്ടതായി വരും. ഭാഗ്യ പരീക്ഷണങ്ങൾ വിജയിക്കും. ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ കഴിയും. വീട് നവീകരിക്കും. പ്രവർത്തന രംഗത്ത് സന്തോഷ അനുഭവങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഇഷ്ടകാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഭൂമിയിൽ നിന്നും വരുമാനം വർദ്ധിക്കും. വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കും. രാശിനാഥയായ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുന്നത് ലളിതാ സഹസ്രനാമവും ലളിതാ അഷ്ടോത്തരവും പാരായണം ചെയ്യുന്നതും കുടുംബ പരദേവതയ്ക്ക് നെയ്ദീപം തെളിച്ച് ശക്തിക്കൊത്ത് നിവേദ്യമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകമാകും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും വന്നു ചേരും. സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സ്ഥാന ചലനം ഉണ്ടാകും.
സന്താനങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനുള്ള സാധ്യതകളെ നമ്മൾ കാര്യമായി എടുത്ത് അവരിലെ അഭിപ്രായ വ്യത്യാസം ഇല്ലാതാക്കുവാൻ നന്നേ പരിശ്രമിക്കേണ്ടതായി വരും. വിദേശിക്ക് വസിക്കുന്ന മക്കൾ മാതാപിതാക്കളെ വിസ്മരിക്കുന്നതായി തോന്നിയാലും അവരുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതും അവരുടെ സന്തോഷവും അവരുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. കർമ്മരംഗത്ത് വേണ്ടത്ര പുരോഗതി ഉണ്ടാകില്ല എന്ന് അറിഞ്ഞാൽ തന്നെയും കർമ്മരംഗം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ അവരുമായി സമവായത്തിന് ശ്രമിക്കുകയും ആത്മസംയമനത്തിനോടെ വാക്കുകൾ നിയന്ത്രിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ധാർമ്മിക പ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദീർഘദൂര യാത്രകൾ ആവശ്യമായി വന്നേക്കാം. പുണ്യക്ഷേത്ര ദർശനത്തിലൂടെ ആത്മസംതൃപ്തി ലഭിക്കും. കർമ്മമേഖല വിപുലപ്പെടുത്തുന്നതിന് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരും. വീടിൻ്റെ കേടുപാടുകൾ തീർക്കും. ആളുകളെ പെട്ടെന്ന് സ്വാധീനിച്ച് കാര്യസാധ്യമുണ്ടാക്കും. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് രാശിനാഥനായ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിച്ച് വിഷ്ണു ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ ഗണപതി ഭഗവാന് നാളികേരമൊക്കെ ഉടച്ച് എല്ലാ തടസ്സങ്ങളും മാറി ജീവിതം ഐശ്വര്യപൂർണമാക്കുവാൻ ശ്രമിക്കുക. ഒരു ശുഭദിനം ആശംസിക്കുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യവസായങ്ങൾ ലാഭത്തിലാകും. വിനോദ യാത്രകൾ ഗുണം ചെയ്യും. വേണ്ടപ്പെട്ടവരുമായുള്ള അബദ്ധ ധാരണകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ഔഷധ സേവ മുടക്കാതിരിക്കുക. മാറി എന്ന് കരുതിയ രോഗങ്ങൾ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ ഔഷധ സേവയുടെ കാര്യത്തിൽ കൂടുതൽ പ്രാർത്ഥനകളും ചിട്ടയും ആവശ്യമാണ്. ധന്വന്തരമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നതിനായി നന്നേ പാടുപെടേണ്ടതായി വരും. നിർത്തിവച്ചിരുന്ന വീട് പണി പുനരാരംഭിക്കുമെങ്കിലും വീണ്ടും തടസ്സങ്ങൾ വരാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. ഗണപതിക്ക് നാളികേരമുടച്ച് കഷ്ടതകൾ മാറ്റുക. ഒരു ഗണപതി ഹോമം തന്നെ കഴിക്കുന്നത് ഐശ്വര്യം നൽകുന്നതാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതോടൊപ്പം രാശിനാഥനായ ധർമ്മശാസ്താവിനെയും ആഞ്ജനേയ സ്വാമിയെയും വിഷ്ണുമായ സ്വാമി തുടങ്ങിയ മറ്റ് ചാത്തൻ സ്വാമിമാരെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളായുള്ള ആഗ്രഹങ്ങൾ സഫലമാകും. ശത്രുക്കളുടെ മേൽ വിജയം തേടും. അതുപോലെ തന്നെ സർക്കാർ കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. വലിയ നേട്ടങ്ങൾക്കായി വൻതോതിൽ ചിലവ് ചെയ്യും. ശത്രുഭയം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ശത്രുക്കളിൽ നിന്നും ആക്രമണവും വരാനുള്ള സാധ്യത ഉണ്ട്. സ്വർണ്ണാഭരണ ലാഭം പ്രതീക്ഷിക്കാം. എല്ലാ തൊഴിലുകളിലൂടെയും സാമ്പത്തികം പ്രതീക്ഷിക്കാം. ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. വ്യാപാര വ്യവസായങ്ങളിൽ പ്രതികൂലമായ ചുറ്റുപാടുകൾ വരുമ്പോൾ കരുതിയിരിക്കുക. എല്ലാം മനസ്സിലാക്കി വ്യക്തമായി ചെയ്യുവാൻ കുടുംബ പരദേവതയുടെ അനുഗ്രഹം തേടുക. ഉപാസനകളും പ്രാർത്ഥനകളും മുടങ്ങാതെ തുടരുക. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും നമഃശിവായ ജപിക്കുന്നതും കുടുംബാന്തരീക്ഷം കൂടുതൽ ഐശ്വര്യപൂർണമാക്കി തീർന്നതിന് സഹായിക്കും. കുടുംബ യോഗങ്ങളിൽ പങ്കുചേരുവാനുള്ള യോഗം കാണുന്നു. സർവസമ്മതനും സന്തുഷ്ടനും സൗഭാഗ്യവാനുമായി തീരുവാനുള്ള യോഗമുള്ളതുകൊണ്ട് രാശിനാഥയായ
കാശിനാഥനായ വിഷ്ണുമായ സ്വാമി, അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്ത്രവരെ പ്രാർത്ഥിക്കുക, നെയ്ദീപം തെളിക്കുക. ഒപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം തെളിഞ്ഞ് വരുന്നതാണ്. സർവ ഐശ്വര്യവും നിലനിർന്ന് കിട്ടുവാൻ അമ്മയെ കൂടുതൽ ശരണാഗതി പ്രാപിക്കേണ്ടതാണ്. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം മാറുന്നതിന് സഹായകമാവും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധന ആഗമനം അല്പം കുറയുന്ന സമയമാണ്. ചിലവുകൾ വർദ്ധിക്കുന്നു. ശിരസിലും നേത്രത്തിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗാസ്വാസ്ഥ്യങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ വരുന്നതിനായി പുതിയ കർമ്മപദ്ധതി ആസൂത്രണം ചെയ്യേണ്ടതായി വരും. സ്വാദിഷ്ട ഭോജനം ലഭിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. സർക്കാർ കാര്യങ്ങളിൽ വിജയസാധ്യത ഉറപ്പിക്കാം. സുഖനിദ്രയ്ക്കുള്ള ഒരു അവസരം വന്നു ചേരുന്നതാണ്. വരുമാനം അല്പസ്വല്പം വർദ്ധിക്കും. ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും. വ്യാപാര ആവശ്യത്തിനായുള്ള യാത്രകൾ ഫലപ്രാപ്തിയിലെത്തും. എല്ലാ തൊഴിലുകളിലൂടെയും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. വാക്വിലാസവും ഐശ്വര്യവും അനുഭവത്തിൽ വന്നു ചേരും. കാര്യസാധ്യത്തിന് വിഘാതവും കാലതാമസവും മാറിക്കിട്ടുന്നതിന് ഗണപതിക്ക് നാളികേരമുടച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയും കുടുംബ പരദേവതയ്ക്ക് നെയ്ദീപം തെളിച്ച് യഥാശക്തി നിവേദ്യമെല്ലാം സമർപ്പിച്ച് വരാഹി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം ഏറ്റവും ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും ശക്തിക്കൊത്ത വഴിപാടുകളെല്ലാം കഴിച്ച് ലളിതാ സഹസ്രനാമവും മഹാലക്ഷ്മി അഷ്ടകവും പാരായണം ചെയ്യുന്നതിലൂടെ ലളിത അഷ്ടോത്തരവും കൂടി ജപിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. വരാഹിയമ്മയുടെ അനുഗ്രഹത്തിനായി കൂടി പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.